ആശാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ന് കൂടെയുള്ളത് 1950കളിൽ താരമായിട്ടുള്ള നമ്മുടെ റോഡ് കിങ് ഒക്കെ വിളിക്കാൻ പറ്റുന്ന ഇംഗ്ലണ്ടിൽ പിറവി കൊണ്ട് ഇന്ത്യൻ നിരത്തുകളെ ത്രസിപ്പിച്ച ലാൽ മാസ്റ്ററാണ്. അതിനുവിശേഷങ്ങളിലേക്ക് കടക്കാം. സോ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബോണറ്റാണ്. ഈ ബോണറ്റിൻ്റെ ലൈനുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു അംബാസഡർ കാരണം ഇത്തരത്തിലുള്ള ബോണറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇതുപോലത്തെ കെർവ് ലൈൻസും ഇതൊക്കെ എംപോസ് ചെയ്തിട്ടാണ് ഈ ഒരു പോർഷൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ, അതോടൊപ്പം ഈ ഒരു ബാഡ്ജിങ്, ഹിന്ദുസ്ഥാൻ്റെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലാണ് ഇതിൻ്റെ ബാഡ്ജിങ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. വളരെ ക്യൂട്ടാണ്, അതുപോലെ തന്നെ വളരെ മസ്കുലറാണ്. ഈ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രില്ലൊക്കെ നമുക്ക് കാണുന്നത് സാധിക്കുന്നുണ്ട്. ഇതൊരു വാഹനത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് OHV എന്നൊരു പറയുന്നൊരു വാഹനത്തിന് മാത്രമേ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത് കണ്ടിട്ടുള്ളെങ്കിൽ കൂടി ഈ ഒരു വാഹനത്തിനാണ് ആദ്യമായിട്ട് ലോകത്ത് ഇത്തരത്തിലുള്ള ഗ്രില്ലുകൾ ഡിസൈൻ ചെയ്ത് വന്നത്. സോ ഇത്തരത്തിലുള്ള ഗ്രില്ലുകൾ വളരെ മാസീവ് ഗ്രില്ലാണ്. ഇതിൽ നിന്ന് ഈ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റും കൂടി ഇവിടെ വന്ന് അവസാനിക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബമ്പറിലേക്ക് വരാൻ വെച്ച് കഴിഞ്ഞാൽ വളരെ മാസീവ് ബമ്പറാണ്. നമുക്ക് അതുപോലെ പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ ലുക്ക് തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആക്കുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹെഡ്ലൈറ്റ് ഇതിനോട് ചേരുന്ന രീതിയിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഹെഡ്ലൈറ്റുകളാണ്. ഇതൊക്കെ ലൂക്കാസിൻ്റെയാണ് ഹെഡ്ലൈറ്റ്സൊക്കെ വരുന്നത്. അന്നും ഇത്തരത്തിലുള്ള വലിയ ഹെഡ്ലൈറ്റുകളാണ് ഇതിന് ഉപയോഗിച്ച് വരുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇത്തരത്തിലുള്ള ഒരു ഹോള് കാണാനായിട്ട് സാധിക്കും. ഈ ഹോൾ ഉപയോഗിച്ച ഒരു ലിവർ, അതിനെ സ്റ്റാർട്ടിംഗ് ലിവർ എന്നാണ് പറയുക. പഴയ വാഹനങ്ങളിൽ പെട്രോൾ വാഹനമായിരുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ലിവറിനുള്ളിലൂടെ സ്റ്റാർട്ടിംഗ് ഹാൻഡിലിട്ടിട്ട് നമുക്ക് തിരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഈ വാഹനം ഇപ്പോൾ ഒരു ഡീസൽ വെഹിക്കിളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാൻ നമുക്ക് പറ്റത്തില്ല. വശങ്ങളിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ ഒരു ലൈൻ മാസ്റ്ററിൻ്റെ വലിയൊരു ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ക്രോം ഫിനിഷിംഗ് ലൈൻ ഉണ്ട്. ഇവിടെ നിന്ന് ഇട്ടിട്ട് ഈ ഫ്രണ്ട് ഡോറിൻ്റെ ഇതുവരെ ഇത് വരുന്നുള്ളൂ. വശങ്ങളിൽ നിന്ന് ഇതൊരു ലാൻഡ് മാസ്റ്റർ വാഹനമാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെ ഈസിയാണ് പണ്ടത്തെ കാലത്ത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ ടയറുകളൊക്കെ നൈലോൺ ടയേഴ്സ് തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. ഇത് പവർ സ്റ്റിയറിംഗ് അല്ലാത്തതുകൊണ്ട് നമുക്കിതിൽ റേഡിയൽ ടയർ ഇട്ട് ഉപയോഗിക്കൽ വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഇത് ഒടിഞ്ഞ് കിട്ടാനായിട്ട് വളരെ പാടാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും നൈലോൺ ടയേഴ്സ് യൂസ് ചെയ്യുന്നത്. അലോയ് വീൽസൊക്കെ പുതിയ കാലത്തിൻ്റെ മോഡിഫിക്കേഷനാണ്. അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കുകളാണ്. ഇപ്പോൾ ഇതിന് ആൾട്ടർ ചെയ്ത ഡിസ്ക് ബ്രേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മളിവിടെ ഇത്തരത്തിലുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമുക്ക് ഇവിടുത്തെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു എയർ വെൻറ്റിലേഷന് വേണ്ടിയുള്ളൊരു സംവിധാനമാണ്. പഴയ വാഹനങ്ങളിൽ പ്രത്യേകിച്ച് എയർ കണ്ടീഷനൊന്നും ഉണ്ടായിരുന്നില്ലാത്ത കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള എയർ വെൻറ്റിലേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാഹനത്തിനുള്ളിലേക്ക് എയറിനെ കടത്തിവിട്ടുകൊണ്ടിരുന്നത്. ഇവിടെയൊന്നും പ്രത്യേകിച്ച് വേറെ വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യില്ല. ഏകദേശം ഒരു അംബാസഡറിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടുന്ന് ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെയാണ്, ഈ ഒരു പോർഷനിലാണ് നമുക്കിത് ഡീസൽ ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം. ഇത് നമ്മൾ ലോക്ക് വെച്ച് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ചാവിയിട്ട് ലോക്ക് ചെയ്യാണ് ഈ സംവിധാനത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു പോർഷൻ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു അംബാസഡറിൽ നിന്ന് വളരെ വ്യത്യസ്തമാകുന്നൊരു ലാൻഡ് മാസ്റ്ററിൻ്റെ ഷേപ്പാണ് ഈ കാണുന്നത്. സോ ഈ ഒരു ഷേപ്പ് നമുക്ക് ലാൻഡ് മാസ്റ്റർ മാത്രമേ ഉള്ളൂ. ഒരിക്കലും അംബാസഡറിന് നമുക്ക് കണ്ടിട്ടില്ല ഇത്തരത്തിലുള്ളൊരു ഷേപ്പ്. സോ ഇവിടെ നിന്ന് വീണ്ടും ബമ്പർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. വളരെ മസ്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ മാസീവ് ആയിട്ടുള്ളൊരു ബമ്പറാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ബ്രേക്ക് ലൈറ്റ്, നമ്മളൊരു അംബാസഡറിലൊന്നും കാണാത്ത വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ബ്രേക്ക് ലൈറ്റ് വരുന്നു. കീയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഡിക്കിയുടെ ഷേപ്പ് തന്നെ നമ്മൾ സാധാരണ അംബാസഡറിനെക്കാളും വളരെ വ്യത്യാസമുണ്ട്. ചെറിയൊരു ക്യൂട്ട്നെസ് നമുക്ക് ഇതിന് ഫീൽ ചെയ്യും. ബാക്ക് പോർഷൻ വളരെ ക്യൂട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിൻറ്റേജ് വാഹനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ 100% വിൻറ്റേജ് വാഹനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നമ്പർ പ്ലേറ്റും ഇതിന് കൊടുത്തിട്ടുണ്ട്. ബാക്കി ആസ് പെർ നമ്മൾ വാഹനങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഈ വാഹനത്തിൽ പണ്ടും അവൈലബിൾ ആയിരുന്നു. ഇനി നമുക്ക് കുറച്ച് ഇൻറ്റീരിയൽ കാഴ്ചകൾ കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളിലേക്ക് നോക്കാം. ഇത് നമ്മുടെ സ്മിത്തിൻ്റെ മീറ്ററാണ് വരുന്നത്. മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടാണ്. അതിൻ്റെ ബാഡ്ജിങ് അതിലുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് മൈൽ പെർ അവർ ആയിരുന്നു, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ആയതുകൊണ്ട് തന്നെ. ഇത് പിന്നെ ഇഗ്നീഷ്യത്തിൻ്റെ ഇതാണ്. പിന്നെ അതുപോലെ നമുക്കിവിടെ ഇഗ്നീഷ്യൻ സ്റ്റാർട്ടിൻ്റെയാണത് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇത് ഹൈ ബീം ലോ ബീമാണ്. ഇത് ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത് കാണിക്കുന്നത്. പിന്നെ ഇത് ക്ലോക്കാണ്.
പിന്നെ അതുപോലെ തന്നെ ഇത് എല്ലാം ഒറിജിനൽ നോബ്സാണ് അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതും അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇത് ഫുൾ സ്റ്റാർട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇഗ്നിഷമ തന്നെയാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ പാർക്കിങ്ങിൻ്റെയും ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ അത് പാർക്കിങ്ങിൻ്റെയാണ് അത് വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് ഹെഡ്ലൈറ്റ്, അത് നമുക്ക് ഇവിടെ എച്ചിൻ്റെ മാർക്കിംഗ് ഉണ്ട്. ഇപ്പോൾ അത് ഓഫിലാണ് കിടക്കുന്നത്. പിന്നെ അത് ഹൈ ബീം ലോ ബീം വരുന്നത് ഫുഡ് ഓപ്പറേഷനാണ് വരുന്നത്. നമുക്കത് അതുപോലെ പാസിംഗ് ഒക്കെ വരുമ്പോൾ അങ്ങനെയാണ് ഓപ്പറേറ്റർ വരുന്നത്. നോർമലി നമുക്കത് ഹാൻഡ് ഗിയറിൻ്റെ ഭാഗത്തായിട്ടാണ് കാണാറ്, പക്ഷേ ഈ ഒരു മോഡലിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. അത് ഫ്യൂൽ ഗേജ് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണും വരെ